صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. لا إله إلا الله. അതിന്റെ ഗൗരവവും അതിന്റെ മഹത്വവും മനസ്സിലാക്കാൻ നമുക്ക് ഈ ലോകത്ത് കടന്നു വന്ന 1,00,000-ലധികം പ്രവാചകന്മാർ മതിയെന്നത്. ഈ 1,00,000-ൽ പല പ്രവാചകന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. എത്ര ഉസ്താദുമാർ? 1,24,000 ചില്ലാന ഉസ്താദുമാർ. ഒരു സബ്ജക്ട് എന്താ? ഒന്നൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഗൗരവം എത്ര വലുതാണ്! വളരെ ഗൗരവമുള്ള വിഷയമായതുകൊണ്ടല്ലേ ഇത്രയും ഉസ്താദന്മാര്, ടീച്ചേഴ്സുകള് അല്ലാഹു തആല പറഞ്ഞയച്ചത്. അതാണ് സൂറത്തുൽ ഇഖ്ലാസ് നമ്മെ പഠിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഞങ്ങൾ പറഞ്ഞ അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി. ഞാനും എന്റെ മുൻഗാമികളായ പ്രവാചകന്മാരും പറഞ്ഞു വന്ന വാക്കുകളിൽ വെച്ച് ഏറ്റവും അഫ്ദലായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത്രയും ഗൗരവമുള്ള വിഷയമാണ്. ലോകത്തിന്റെ അസ്ഥിവാനം തന്നെ, ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിലൂടെയാണ്. അപ്പൊ അത് അറിയുമ്പോലെ പറയണം, പഠിക്കേണ്ടതുപോലെ പഠിക്കണം. നമ്മുടെ നിസ്കാരത്തിന്റെ ശബ്ദം പറഞ്ഞു, ഉദുവിന്റെ ശബ്ദം പറഞ്ഞു, കുടിയുടെ ശബ്ദം പറഞ്ഞു, അല്ലെ, നോമിന്റെ ശബ്ദം പറഞ്ഞു, എല്ലാം ഞങ്ങൾ പഠിക്കുന്നുണ്ട്. എന്നാലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ ശബ്ദം പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശബ്ദം പറഞ്ഞില്ലേ? ഇസ്ലാം കാര്യത്തിന് ആദ്യത്തേതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാം കാര്യങ്ങളിൽ ആദ്യത്തെ വിഷയത. അതിന്റെ ശബ്ദം അത് പഠിക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ പഠിക്കും, മൂന്നാമത്തെ പഠിക്കും, രണ്ടാമത്തെ പഠിക്കണം. ഇവിടെ അവരും വിവാദത്തും ശരിയാണെങ്കിൽ പഠിക്കണം. പക്ഷെ അതിനേക്കാളും മുമ്പായിട്ട് പഠിക്കേണ്ടത് ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതെങ്ങനെ പറയണം, അതെങ്ങനെ ഉൾക്കൊള്ളണം, അതെങ്ങനെ വിശ്വസിക്കണം, എന്താണ് അതിന്റെ ദൗത്യം? അത് പറയാൻ കാര്യമില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻ മാത വഹുവ യഅലമു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മൻ മാത, ഒരാൾ മരിച്ചുപോയാൽ, വഹുവ യഅലം വയഖൂലു എന്നല്ല, വഹുവ യഅലം, അയാൾക്ക് അറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്ന് അയാൾക്ക് അറിയാം. ആ അറിവുള്ള സ്ഥിതിയിലാണ് ഒരാൾ മരിച്ചുപോയെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് മരിച്ചാൽ എന്നല്ല പറഞ്ഞ, അറിഞ്ഞിട്ട് മരിച്ചാൽ. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ നിബന്ധന അതാണ്, ഏറ്റവും വലിയ ഷർത്ത് അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും വലിയ ഷർത്ത് അത് അറിയണമെന്നാണ്. ഒരു തൊള്ളകൊണ്ട് പറഞ്ഞാൽ മതിയാവൂല, തൊള്ളകൊണ്ട് പറഞ്ഞാൽ മതിയാവില്ല. ഇവിടെ യേശുദാസ് തൊള്ളകൊണ്ട് ഖുർആൻ ഉള്ളായിട്ട് ഒന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവന്റെ പാട്ട് എത്ര പാടുന്നുണ്ട്. തൊള്ളകൊണ്ട് പറഞ്ഞിട്ട് പാടിയാലും ഒന്നും മുഅ്മിനാവൂല. അറിയണം. തൊള്ളകൊണ്ട് പറഞ്ഞാൽ എന്താ പ്രശ്നം? നമ്മുടെ മാംസത്തിന്റെ ഒരു വേദന വന്നാൽ അത് ഇറങ്ങിപ്പോകും. നമ്മ കൽബിലില്ല, നാവ് കൊണ്ടാണ് പറയുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് വേദന വരുമ്പോ അത് ഇറങ്ങിപ്പോകും. അത് നമ്മുടെ ചുണ്ടിലൂടെ ഇറങ്ങിപ്പോകും. എന്നാലും നമ്മുടെ കൽബിൽ നിന്നിട്ട് പറയുന്നതെങ്കിലോ അത് ഏത് വേദന വന്നാലും ഇറങ്ങിപ്പോകില്ല. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന എന്താ? ഏറ്റവും വലിയ വേദന എന്താ? ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാം നമ്മളെ ഉറവ് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, അതിനേക്കാൾ വലിയ വേദന ഒന്നുമില്ല. അപ്പൊ തൊള്ള കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ആ സമയത്ത് അത് പോകും, ഉള്ളിൽ വരൂല. ആരായ സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായി. അതിന് ശേഷം മൂസാ നബി അലൈഹിസ്സലാമിനോട് അന്ന് ചോദിച്ചു, മൂസാ നബിയുടെ റൂഹിനോട് ചോദിച്ചതാ, അല്ല കലീമേ എങ്ങനെ മരണം ചോദിച്ചു, എങ്ങനെ മരണോ? അപ്പൊ മഹാനായ മൂസാ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്താ അറിയോ? പഠിച്ചോനെ, ഒരു കാണ പക്ഷിയില്ലേ, കാണൻ പക്ഷി, നമ്മുടെ കേരളത്തിന് കാണൻ പൊളിച്ചതുണ്ട്, കാണൻ പൊളിച്ചതുണ്ട്, അതങ്ങനെ ഫുള്ളായിട്ട് ഫ്രൈ ആയിട്ട് തിന്നലാണ്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ ഒരു കാണൻ പക്ഷി അതിന്റെ ജീവനോട് കൂടിയിട്ട് അതിന്റെ ശരീരത്തിലുള്ള തൊലികൾ ഉറിഞ്ഞെടുത്തു. ഇതിനെ വച്ചില്ല, അതിന്റെ ശരീരത്തിൽ ഇങ്ങനെ ചോര പോവാൻ. ആ പോകുന്ന സമയത്ത് നല്ല തണുക്കുന്ന എണ്ണയിലിട്ട് അതിനെ പൊരിച്ചാൽ ആ കാടപക്ഷിക്ക് ഉണ്ടാകുന്ന വേദന എത്രയും മരിച്ചിട്ടൊന്നുമില്ല. അയാത്തോടു കൂടി തൊലി കുഞ്ഞതാണ്, അതിങ്ങനെ പിടക്കാൻ. ആ പിടക്കുന്ന സമയത്ത് നല്ല തണുക്കുന്ന എണ്ണയിലിട്ട് അതിനെ പൊരിച്ചാൽ ഉണ്ടാകുന്ന വേദന എത്രയാണ് ഉടച്ചോനെ! അതിനേക്കാൾ കൂടുതൽ വേദന മൂസയാകുന്ന ഞാന് മരിക്കുന്ന സമയത്ത് അനുഭവിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞ? സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ വിഷയം. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൂസാഖാന്റെ വിഷയം ഇവിടെ മൂസാഖ് ഉണ്ടായില്ല. മൂസാഖ് പോയി ചിന്തിച്ചു അല്ലെ?
അപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ്? ഒരു പ്രവാചകൻ മരണസമയത്ത് അനുഭവിച്ച വേദനയാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ തൊണ്ട കൊണ്ട് എന്ന് പറഞ്ഞ ശരീരത്തിന് വേദന ഉണ്ടാവും, അത് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് പറഞ്ഞാലോ എന്ത് വന്നാലും ഇറങ്ങിപ്പോകില്ല. അതിന്റെ ഉദാഹരണം മഹതിയായ സയ്യിദത്തുൽ ബീബി മാഷിക റളിയല്ലാഹു അൻഹ. മാഷിക ബീബിന്റെ ഉള്ളിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് പോക്കാൻ വേണ്ടിയിട്ട് ഫിർഔൻ എന്തൊക്കെ ചെയ്ത് ആദ്യം ചെയ്യേണ്ട ശരീരത്തിന്റെ കൈയിലേക്കും കാലിലേക്കും ഒക്കെ ഈ ആണിയടിച്ച് ഫിർഔനിന്റെ ഏറ്റവും വലിയ ശിക്ഷയുടെ പ്രയോഗമാണ് ആണി കൊണ്ട് തിരിക്കുക. കയ്യും കാലൊക്കെ മലർത്തി വെച്ചിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങൾ 70-ലധികം ആണികൾ മഹതിയായ ബീബി ഫാത്തിമ ബീബി മാഷിക റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ അടിച്ചു വെച്ചതാണ്. എന്തായിരിക്കും? പച്ച ശരീരത്തിന് ആണി അടിച്ചിട്ട്, ഇത് റീപ്പിലേക്കോ മരത്തിലേക്കോ അടിക്കാനല്ല, മനുഷ്യ ശരീരത്തിലേക്കാണ് അടിച്ചപ്പോൾ ഒരു മാഷിദ ബീബി പറഞ്ഞ അല്ലാഹു അഹദാണ്, അല്ലാഹു അഹദ്. എന്നിട്ടോ രണ്ടാമതെന്താ ചെയ്ത്? രണ്ടാമത് നല്ല വിഷമുള്ള പാമ്പുകൾ, കടിച്ചാൽ വേദന ഉണ്ടാകുന്ന പാമ്പുകൾ കൊണ്ടുവന്നിട്ട് മഹതിയായ മാഷിദ ബീബിയുടെ ശരീരത്തിന് മുന്നിൽ ചൊരിച്ചതാണ്. ഇഷ്ടംപോലെ പാമ്പിന്റെ പ്രയോഗം നടത്തിയ ചങ്ങാതിയാണ് ആര്? ഫിർഔൻ. മുസ്ലിമിന്റെ കാലല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോഴും മാഷിദ ബീബി പറഞ്ഞത് അല്ലാഹു അഹദാണ്. മൂന്നാമത് ചെയ്തത് അവിടുന്ന് 2 മക്കളുണ്ടായിരുന്നു. 2 മക്കൾ, ഒന്ന് മല കുടിക്കുന്ന ഒരു കുഞ്ഞി, മറ്റൊന്ന് മല കുടിക്കാത്ത കുഞ്ഞി. മൂത്ത കുഞ്ഞിയെ കൊണ്ടുവന്ന്, മോളെ കൊണ്ടുവന്ന് മാഷിദ ബീബി കിടക്കുന്ന മാഷിദ ബീബിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് മാഷിദ ബീബിയോട് പറഞ്ഞു, മാഷിദ, നീ എന്നെ റബ്ബായിട്ട് വിശ്വസിക്കണം. ഫിർഔനാണ് എന്നെ റബ്ബുക്കുമല്ല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ്. എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ മോനെ അർക്കുന്നതാണ്. കണ്ണിന്റെ മുന്നിൽ വെച്ച് മാഷിദ ബീബിയുടെ മൂത്ത കുഞ്ഞിനെ അർത്തു. ഇതായിരിക്കും അത്രയും പറഞ്ഞ അല്ലാഹു അക്ബർ. എന്റെ ഉള്ളിന്റെ ഈമാനാണ്, ലായിലാഹ ഉള്ളിലുള്ള ഈമാനാണ്. പിന്നെ രണ്ടാമത് മുലപ്പാൽ കുടിക്കുന്ന ചെറിയ ആ കുഞ്ഞിയെ ഫിർഔൻ കൊണ്ടുവന്നു. എന്നിട്ട് മാഷിദ ബീബി റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, മാഷിദ, നിന്റെ ഈമാനിൽ നിന്നിട്ട് നീ പിന്മാറിയില്ലെങ്കിൽ ഈ കുഞ്ഞിയെയും നിന്റെ മുന്നിൽ വെച്ചറുക്കും. സുബ്ഹാനല്ലാഹ്. മാഷിദ ബീബിയുടെ മനസ്സിൽ വലിയ വേദനയുണ്ട്. ഏതൊരു ഉമ്മാക്കും മക്കളോട് കരുണയുണ്ടാകും, കാരുണ്യമുണ്ടാകും. എന്നാലും പറഞ്ഞു അല്ലാഹു അഹദ്. അപ്പൊ ചെയ്തത്, മാഷിദ ബീബിയുടെ നെഞ്ചത്തിന്റെ മുകളിൽ മുലപ്പാല് കൊടുക്കുമ്പോ മക്കളെ ഉമ്മ എങ്ങനെ കിടത്താറുണ്ടോ അതുപോലെ നെഞ്ചിന്റെ മുകളിൽ കുഞ്ഞിയെ കിടത്തി ഫിർഔൻ. എന്നിട്ട് മഹതിയായ മാഷിദ ബീബിയുടെ നെഞ്ചിന്റെ മുകളിൽ വെച്ചിട്ട് ആ ചെറിയ കുഞ്ഞിയെ അറുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഉമ്മാന്റെ മനസ്സിന് ഒരു വേദനയാണ്, ഉമ്മാന്റെ മനസ്സിൽ കണക്കാണ്, കണ്ണുനീര് വരികയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ചെറിയ കുഞ്ഞുമോൾ ഉമ്മയോട് സംസാരിക്കാൻ പ്രായമില്ലാത്ത കുട്ടിയാണ്. കുട്ടി ഉമ്മയോട് സംസാരിക്കുകയാണ്. ഉമ്മ, യാ ഉമ്മ, ലാ തഹ്സൻ, ഇന്നല്ലാഹ ബനാലകി ബൈതൻ ഫിൽ ജന്ന. ഉമ്മ, നിങ്ങൾ വേദനാകണ്ട ഉമ്മ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ സുന്ദരമായ ഒരു ഭവനം ഉണ്ടാക്കിയിട്ട് കാത്തു നിൽക്കുകയാണ്. കുട്ടി സംസാരിക്കുന്നത് കേൾക്കുമ്പോ ഒരു ഫിർഔനിന്റെ ആ പ്രഷർ കൂടി. എന്നിട്ട് നെഞ്ചിന്റെ മുകളിൽ വെച്ച് ഉമ്മാന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് ചോരങ്ങൾ മുഴുവൻ ഒലിക്കുന്ന രൂപത്തിൽ മാഷിദ ബീബിയുടെ നെഞ്ചിന്റെ മുകളിൽ ചെറിയ കുഞ്ഞിനെ അവർത്തുന്ന എന്തോരും മനസ്സാണ്, എന്തോരും ഒന്നാണ്. ആ സമയത്ത് ഓരും മഹതിയായ ബീബി മാഷിദ റളിയല്ലാഹു അൻഹ അവിടുത്തെ ഈമാനിന്റെ ഒരു ചെറിയ അനക്കം പോലും ഉണ്ടായില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് പറഞ്ഞത്. ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞു പഠിച്ചാൽ, അതെന്താണ് എന്ന് പഠിച്ചു പഠിച്ചാൽ അവൻ സ്വർഗ്ഗത്തിലാണ്. അതല്ലാതെ തൊള്ളകൊണ്ട് പോലെ ഇങ്ങനെ പറഞ്ഞ് അതിന് പറഞ്ഞുകൊണ്ടായാൽ തനിക്ക് ചെറിയൊരു വേദന ഉണ്ടാകുമ്പോ എല്ലാം പോകും. ഇവിടെ ഉള്ളിൽ നിന്നിട്ട് അത് വരണം. അത് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ ഇവിടെ കൊണ്ടുവന്നത്. അവർ ദീന് പഠിപ്പിച്ചത്, തൗഹീദ് പഠിപ്പിച്ചത്. ആ തൗഹീദാണ് അന്ന് മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്ക് ബാധകമായ ഒരു സൂറത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സദഖല്ലാഹ്. റബ്ബാനെ, നമ്മുടെ ഈമാൻ ആ സൂറത്ത് കൊണ്ട് ഞങ്ങളുടെ ഈമാൻ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഫാത്തിമ മഹദിയായ ബീബി മാഷിദ റളിയല്ലാഹു അൻഹയെ പോലെ എത്ര മഹദിമാരുണ്ട്, എത്ര മുഅ്മിനീങ്ങളുണ്ട്, എത്ര സ്വാലിഹീങ്ങളുണ്ട്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വരുമ്പോ
അള്ളാഹുവിനെ മറക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈവിടാതെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൽവിൽ കൊണ്ട് മരിച്ചുപോയ ആളുകൾ റബ്ബേ അവരുടെ മറക്കത്ത് കൊണ്ട് ഞങ്ങളെയും നീ നന്നാക്കണേ അല്ലാഹ്. നമ്മുടെ ഈമാൻ നീ വർദ്ധിപ്പിക്കണേ റബ്ബേ. പടച്ചവനെ നിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന പാഠങ്ങൾ മുഴുവൻ ഈ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അത് ഉൾക്കൊണ്ട് രൂപത്തിൽ റബ്ബേ നിന്റെ ഇഷ്ടം കരസ്ഥമാക്കി നിന്റെ വിവ കരസ്ഥമാക്കി മരിക്കുന്ന സാലിഹീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള പ്രയാസങ്ങളും ബേജാറുകളും ബുദ്ധിമുട്ടുകളും പറഞ്ഞു ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞേൽപ്പിച്ചവരാണ്. ഓരോരുത്തരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ മജ്‌ലിസിന്റെ ബറക്കത്തുകൊണ്ട് സമയത്തിന്റെ ബറക്കത്തുകൊണ്ട് നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവിനെ രോഗികളുടെ ശിഫ നൽകണേ അല്ലാഹ്. കടക്കാരുടെ കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ പല രൂപത്തിൽ ഭാര്യമക്കളെ കുടുംബങ്ങളെ പോറ്റാൻ കഷ്ടപ്പെടുന്നവരാണ് ഈ സദസ്സിലുള്ള ഞങ്ങളും അതുപോലെ നമ്മുടെ നാട്ടുകാരും പ്രവാസികളും കടലിൽ പോയി അധ്വാനിക്കുന്നവർ എല്ലാവരുടെ ഐഷത്തിന്റെ വഴികളിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ റബ്ബേ. അല്ലാഹ് നമ്മിൽ എത്ര ആളുകളാണ് മരിച്ചുപോയത് അല്ലാഹ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സാലിന്റെ ജ്യേഷ്ഠന്റെ മകൾ മരിച്ചുപോയി. ചെറിയ പ്രായമുള്ള ആൾ പെട്ടെന്നുള്ള മരണായിരുന്നു സുബ്ര എന്ന സഹോദരി. പടച്ചോനെ നീ സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. ഭർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ സൈലന്റ് ഒറ്റക്കാണെന്ന് പറയുന്നു. പടച്ചോനെ അല്ലാഹ് രണ്ട് മക്കളുണ്ട്. പടച്ചോനെ അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. സബർ നൽകണേ അല്ലാഹ്. സബർ നൽകണേ അല്ലാഹ്. അങ്ങനെ എത്ര ഉമ്മമാർ മരിച്ചുപോയി. നമ്മുടെ തകീർച്ചാന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തെ അടുത്ത് മരിച്ചുപോയി. റുക്സാന എന്ന പേരുടെ സഹോദരി. അതിന് മുമ്പ് നമ്മുടെ സുഹറ എന്ന പേരുടെ രണ്ട് ഉമ്മമാർ മരിച്ചുപോയി. അതുപോലെ നമ്മുടെ അംസച്ച മരിച്ചുപോയി. നമ്മുടെ സൈല എന്ന പേരുള്ള ചെറുപ്പക്കാരത്തിയായ ഒരു സഹോദരി. അങ്ങനെ മറക്കാൻ കഴിയാത്ത ഒരുപാട് മരണങ്ങൾ ഞാൻ മരിച്ചുപോയി. 4 വിദ്യോമന മക്കൾ പരീക്ഷകൾ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. യാ അല്ലാഹ് ആരൊക്കെ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയോ അവർക്കെല്ലാം നിന്റെ ഫദ്ല് കൊണ്ട് സ്വർഗം നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാഹ്. സബർ നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങൾ ഞങ്ങൾക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുടുംബങ്ങൾക്കോ നാട്ടുകാർക്കോ പ്രവാസികളായി അധ്വാനിക്കുന്ന ഒരാൾക്കും നീ നൽകണേ അല്ലാഹ്. സലാമത്താക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم.